മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ. നടൻ ബാലയുമായുള്ള വിവാഹത്തിന് പിന്നാലെയാണ് എലിസബത്തിനെ ആളുകൾ അറിയാൻ തുടങ്ങിയത്. എന്നാൽ പിന്നീട് ഇരുവരും വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്തിന് ഇന്ന് നിരവധി ആരാധകരാണുള്ളത്. തൻ്റെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എലിസബത്ത് പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ എലിസബത്ത് പങ്കുവച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. യെല്ലോ ബഡ്ഡീസ് എന്ന ക്യാപ്ഷൻ നൽകി പങ്കുവച്ച പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ചിത്രത്തിൽ ഒരു ആൺ സുഹൃത്തിനൊപ്പം നിൽക്കുന്ന എലിസബത്തിനെയാണ് കാണാൻ കഴിയുന്നത്. ഇതോടെ ആരാണ് ചിത്രത്തിലുള്ളതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞോ എന്നും കാര്യം പറയുന്നുമാണ് മിക്ക കമൻറ്റും. എന്നാൽ ഇതിനൊന്നും എലിസബത്ത് പ്രതികരിച്ചിട്ടില്ല. ചിത്രത്തിൽ രണ്ടുപേരും മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഇതോടെയാണ് ഇരുവരും വിവാഹിതരായോ എന്ന രീതിയിൽ കമൻ്റ് എത്തുന്നത്. കാര്യം പറ കൊച്ചെ, ഒരു ഫോട്ടോയും ഇട്ടിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നാൽ എന്താ മനസ്സിലാക്കുക? കല്യാണം കഴിച്ചോ? ആണെങ്കിൽ ധൈര്യമായിട്ടങ്ങ് പറ. നിങ്ങൾ വിവാഹം കഴിച്ചോ? ടെൻഷൻ അടുപ്പിക്കല്ലേ, ആശംസകൾ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് എത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമൻറ്റുകൾക്കെതിരെ മുന്നറിയിപ്പുമായി താരം തന്നെ രംഗത്തെത്തിയിരുന്നു. തന്നെ അപമാനിച്ചുകൊണ്ടൊരാൾ കുറിച്ച കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് എലിസബത്ത് എത്തിയത്. നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, ബാലയുടെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തും, നിന്റെ മാനം പോകും, അതുകൊണ്ട് ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്നാണ് സ്ക്രീൻഷോട്ടിൽ പങ്കുവച്ച കമൻറ്റിൽ പറയുന്നത്. ഇത് പങ്കുവച്ച എലിസബത്ത് ഇത്തരത്തിലുള്ള കമൻസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് കുറിച്ചത്. ഇപ്പോൾ നിലവിൽ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത്. ബാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി തുടരുന്നതിൻ്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോയത്. തനിക്ക് ഓട്ടിസം ഉണ്ടെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരെ വരുന്നതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് എലിസബത്ത് നേരത്തെ പറഞ്ഞത്. എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമൻറ്റുകൾ ഇടുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസിലും ഒരുപാട് നാണം കെട്ടും, ഇൻസൾട്ടഡ് ആയുമാണ് ഇവിടം വരെ എത്തിയത്. തളർത്താൻ നോക്കണ്ട എന്നും എലിസബത്ത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും, എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസിലും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും, ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും, വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നുമൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു.